ഇറാന്റെ മുതിർന്ന നേതാക്കളെ പൂർണ്ണമായി ഇല്ലാതാക്കിയെന്ന അവകാശവാദവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രവർത്തനക്ഷമമായ ഒരു പരമോന്നത നേതാവ് ഇപ്പോൾ ഇറാനില്ലെന്നും മുജ്തബ ഖമനേയി മരിക്കുകയോ അദ്ദേഹത്തിന് ഗുരുതര പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ടാകുമെന്നും ട്രംപ് വ്യക്തമാക്കി. യുഎസ് സൈനിക നടപടി ഇറാൻ നേതൃത്വത്തെയും സൈനിക ശക്തിയെയും തകർത്തുകളഞ്ഞു. മുതിർന്ന നേതാക്കളെയെല്ലാം തുടച്ചു നീക്കിയെന്നും ട്രംപ് അവകാശപ്പെട്ടു. വ്യോമ പ്രതിരോധ ആശയവിനിമയ സംവിധാനങ്ങൾ പൂർണ്ണമായും നശിപ്പിച്ചു. നേതാക്കൾ എല്ലാവരും മരിച്ചു. അവരാരും നല്ല നിലയിൽ ഇരിക്കുന്നുവെന്ന് തോന്നുന്നില്ല. മുജ്തബ മരിച്ചു, അല്ലെങ്കിൽ ഗുരുതരാവസ്ഥയിലാണ്. കാരണം അദ്ദേഹം ഇതുവരെ പരസ്യ പ്രതികരണം നടത്തിയിട്ടില്ലെന്ന് ട്രംപ് പ്രതികരിച്ചു. മിയാമിയിൽ സൗദി അറേബ്യയുടെ പിന്തുണയോടെ സംഘടിപ്പിച്ച ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവ് ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇറാന്റെ സൈനിക ശേഷി നശിപ്പിക്കുന്നതിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ മുന്നോട്ടു പോകാൻ യുഎസ് സൈന്യത്തിനായി. ഇറാന്റെ നാവികസേന ഇല്ലാതായി. ഗൾഫിന്റെ അടിത്തട്ടിൽ എല്ലാം മുങ്ങിപ്പോയി. അവരുടെ വ്യോമസേന പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു. ഇറാന്റെ ആയുധശേഖരങ്ങൾ തകർക്കുകയും ആരും ഒരിക്കലും സാധ്യമെന്ന് കരുതാത്ത തലത്തിൽ അവരുടെ മിസൈൽ, ഡ്രോൺ ഫാക്ടറികൾ നശിപ്പിക്കുകയും ചെയ്തു. അവരുടെ പ്രതിരോധ വ്യവസായ അടിത്തറ പൂർണ്ണമായും തകർത്തെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഇറാനുമായുള്ള ഏതൊരു കരാറിനും ഹോർമൂസ് കടലിടുക്ക് തുറന്നുകൊടുക്കുക എന്നതും എണ്ണ കയറ്റുമതിക്കുള്ള സമുദ്ര പ്രവേശനം പുനഃസ്ഥാപിക്കുക എന്നതും പ്രധാന വ്യവസ്ഥയാണെന്ന് പറഞ്ഞ ട്രംപ് പ്രസംഗത്തിനിടെ ഹോർമൂസ് കടലിടുക്കിനെ ട്രംപ് കടലിടുക്ക് എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. ഇറാൻ 4 ആഴ്ചയ്ക്കുള്ളിൽ ആണവായുധം നിർമ്മിക്കുകയായിരുന്നു. എന്നാൽ അമേരിക്കയുടെ ആക്രമണം അവരുടെ പദ്ധതികളെ വർഷങ്ങൾ പിന്നിലാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാനുമായുള്ള വിഷയത്തിൽ അമേരിക്കയെ സഹായിക്കാത്ത നാറ്റോയെ രൂക്ഷമായി വിമർശിച്ചു. കടലാസ് കടുവ എന്നാണ് നാറ്റോയെ വിശേഷിപ്പിച്ചത്. അടുത്ത സൈനിക നടപടി ക്യൂബയ്ക്കെതിരെയാകുമെന്ന സൂചനയും ട്രംപ് നൽകി. പശ്ചിമേഷ്യൻ സംഘർഷം 28 ദിവസം പിന്നിടവേ ഇറാനിലെ ഊർജ്ജ നിലയങ്ങൾ 10 ദിവസത്തേക്ക് കൂടി ആക്രമിക്കില്ലെന്ന് വെള്ളിയാഴ്ച അറിയിച്ച ട്രംപ് മറുവശത്ത് പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ സൈനികരെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വെടിനിർത്തൽ നീട്ടി സമാധാന ചർച്ചകൾ സജീവമാകുന്നതിനിടെയാണ് സമാന്തരമായുള്ള സൈനിക നീക്കം. യുഎസിന്റെ നീക്കം മുൻകൂട്ടി കണ്ട് ഇറാനും അതീവ ജാഗ്രതയിലാണ്. മറുതന്ത്രമെന്ന നിലയിൽ ഹോർമൂസിൽ ഇനി ശത്രു രാജ്യങ്ങളുടെ കപ്പലുകൾ പ്രവേശിക്കില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. അതേസമയം മേഖലയിൽ ആക്രമണ പ്രത്യാക്രമണങ്ങളും ശക്തമായി തുടരുകയാണ്. ഇറാനിലും ലബനനിലുമായി 24 മണിക്കൂറിനിടെ 80-ലധികം പേർ കൊല്ലപ്പെട്ടു. ഇറാനുമായി സമാധാന ചർച്ച നല്ല നിലയിൽ തുടരുന്ന സാഹചര്യത്തിൽ ഊർജ്ജ നിലയങ്ങൾക്കു നേരെയുള്ള വെടിനിർത്തൽ 10 ദിവസം കൂടി നീട്ടുന്നുവെന്നാണ് കഴിഞ്ഞ ദിവസം ട്രംപ് ട്രൂത്തിൽ കുറിച്ചത്. ഇറാന്റെ അഭ്യർത്ഥന കൂടി പരിഗണിച്ചാണിതെന്നും അവർ ആവശ്യപ്പെട്ടതിനേക്കാൾ 3 ദിവസം അധികമായി നൽകുകയാണെന്നും ട്രംപ് പറഞ്ഞു. ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെ പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ സൈനികരെ അയക്കാനുള്ള നീക്കവും നടന്നു. 10,000 സൈനികരെ അയക്കുന്നതായാണ് റിപ്പോർട്ട്. കരയാക്രമണത്തിന് ട്രംപിന് പദ്ധതിയുള്ളതായും അതിനുള്ള ഒരുക്കങ്ങൾക്കാണ് 10 ദിവസത്തെ വെടിനിർത്തൽ എന്നും വാൾസ്ട്രീറ്റ് ജേണലിൽ വിലയിരുത്തുന്നു. അതേസമയം വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന നിലപാട് ആവർത്തിക്കുകയാണ് ഇറാൻ. ഹോർമൂസിൽ പ്രതിരോധം കടുപ്പിച്ച ഇറാൻ ഇസ്രായേലിനും ഗൾഫ് രാജ്യങ്ങൾക്കുമെതിരായ പ്രത്യാക്രമണവും ശക്തമാക്കി. സൗദി തലസ്ഥാനമായ റിയാദിനെ പ്രത്യേകം ലക്ഷ്യം വെക്കുമെന്ന് ഇറാൻ സേന പറഞ്ഞു. തെൽ അവീവിൽ ഇന്നലെയും മിസൈൽ ആക്രമണങ്ങൾ നടന്നു. മറുവശത്ത് പ്രശ്നപരിഹാര ശ്രമം തുടരുന്നതായി പാകിസ്ഥാൻ പറഞ്ഞു. ചൈനീസ് വിദേശകാര്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്നും ഈ മാസം അവസാനത്തോടെ സമാധാന കരാറിലേക്ക് എത്താൻ കഴിയുമെന്നും പാക് വിദേശകാര്യമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. ഫെബ്രുവരി 28-ന് ഇറാൻ പരമോന്നത നേതാവിനെയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരെയും വധിച്ചുകൊണ്ട് അമേരിക്കയും ഇസ്രായേലും ആരംഭിച്ച നീക്കം ഒരു ദീർഘകാല കരയുദ്ധമായി മാറുമോ എന്ന ആശങ്ക ആഗോളതലത്തിൽ ശക്തമാണ്. ഇറാൻ നടത്തിയ തിരിച്ചടികൾ കടൽ വഴിയുള്ള ചരക്ക് നീക്കത്തെയും ഊർജ്ജ വ്യാപാരത്തെയും ബാധിച്ചത് ലോകമെമ്പാടും വിലക്കയറ്റത്തിനും സാമ്പത്തിക മാന്ദ്യത്തിനും ഭീതിയുണ്ടാക്കിയിട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താൽപര്യം പ്രകടിപ്പിക്കുകയും നയതന്ത്ര ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഇറാൻ ഈ വാദങ്ങളെല്ലാം തള്ളുകയാണ്. ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ ഇറാൻ നൽകിയിരുന്ന സമയപരിധി ട്രംപ് 10 ദിവസം കൂടി നീട്ടിയിട്ടുണ്ട്. യുദ്ധാനന്തരം ഈ ജലപാതയിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് ഇറാൻ ചുങ്കം ഏർപ്പെടുത്താനുള്ള സാധ്യതയെക്കുറിച്ച് G7 രാജ്യങ്ങളുമായി ചർച്ച ചെയ്തു. ഈ വ്യാപാര മേഖലയെ കൂടുതൽ ആശ്രയിക്കുന്ന യൂറോപ്യൻ, ഏഷ്യൻ രാജ്യങ്ങൾ ഇതിന്റെ സുരക്ഷാ ചുമതലകളിൽ പങ്കാളികളാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.